നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൊച്ചിയിൽ സ്കൂട്ടറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ചു കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊച്ചി കടവന്ത്രയിൽ സ്കൂട്ടറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച് സ്കൂട്ടറിന്റെ പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീക്ക് ദാരുണാന്ത്യം. അരൂക്കുറ്റി സ്വദേശി സീനത്താണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 കടവന്ത്രയിൽ മെട്രോ പില്ലർ 790 മുൻപിൽ വെച്ച് ദാരുണ അപകടമുണ്ടായത്. റോഡിൽ ഗതാഗത കുരുക്കുണ്ടായതിനെ തുടർന്ന് മുൻപിലെ വാഹനങ്ങൾ വേഗത കുറച്ച് നിർത്തിയതോടെ സ്കൂട്ടർ ഓടിച്ചിരുന്നയാളും വേഗത കുറച്ച് നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ്സിനും കാറിനുമിടയിൽ സ്കൂട്ടറിലുണ്ടായിരുന്നവർ കുടുങ്ങിപ്പോവുകയായിരുന്നു. KSRTC ബസ് വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടം നടന്ന ഉടനെ സ്ത്രീയെയും സ്കൂട്ടർ യാത്രികനെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സീനത്തിനെ രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സഹോദരനാണ്, കൂടെയുണ്ടാകും. സുരക്ഷിതമായ തമിഴ്നാട് നിർമ്മിക്കും. പെൺകുട്ടികൾക്ക് തുറന്ന കത്തെഴുതി വിജയ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തുറന്ന കത്തുമായി നടനും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്. സുരക്ഷിതമായ തമിഴ്നാട് നിർമ്മിക്കുമെന്ന് വിജയ് ഉറപ്പു നൽകി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വേദനിപ്പിക്കുന്നുവെന്നും ഏത് സാഹചര്യത്തിലും നിങ്ങളെ സംരക്ഷിക്കുമെന്നും വിജയ് പറഞ്ഞു. സഹോദരനായി എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും ഇപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്നും വിജയ് കത്തിൽ പറയുന്നു. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് വിജയ് പെൺകുട്ടികൾക്ക് തുറന്ന കത്തെഴുതിയത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിവേചനം നേരിട്ടു. പിതാവ് മരിച്ചപ്പോൾ അനുശോചന യോഗം വിളിച്ചില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രണബ് മുഖർജിയുടെ മകൾ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി. തന്റെ പിതാവ് മരിച്ചപ്പോൾ അനുശോചന യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ല. KR നാരായണന്റെ നിര്യാണത്തിൽ CWC അനുശോചന യോഗം ചേർന്നതായി പിതാവിന്റെ ഡയറി കുറിപ്പിലുണ്ട്. എന്തുകൊണ്ട് വിവേചനമുണ്ടായെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും ശർമിഷ്ഠ മുഖർജി പറഞ്ഞു. സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ ഭാഗ്യമുള്ള രാജ്യമല്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സുരക്ഷാ രംഗത്ത് ഇന്ത്യ അത്ര ഭാഗ്യമുള്ള രാഷ്ട്രമല്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികളിൽ സൂക്ഷ്മത വേണമെന്നും അദ്ദേഹം സേനകളോട് അഭ്യർത്ഥിച്ചു. ഞായറാഴ്ച മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ത്യൻ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ഉമാ തോമസിന്റെ അപകടം സുരക്ഷ ഉറപ്പാക്കണമെന്ന് സംഘാടകരുമായി കരാർ വച്ചിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. GCDA ചെയർമാൻ. ഉമാ തോമസ് MLAക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നും വീണ് പരിക്കേറ്റ സംഭവത്തിൽ നിർമ്മിച്ച സ്റ്റേജിന് കൃത്യമായ ബാരിക്കേഡ് സംവിധാനം ഉണ്ടായിരുന്നില്ലെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള. സംസ്ഥാന സർക്കാരിന്റെ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ PV അൻവർ MLA. പ്രതിഷേധിക്കാൻ പോലും അവസരമുണ്ടാകില്ല.
സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ 1.30 കോടി ജനത്തെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് റിയാദ് കോടതി പരിഗണിക്കും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും കൂടി. ഇന്നത്തെ നിരക്കറിയാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒരേ വിലയിൽ തുടർന്ന വിപണിയിൽ നിന്ന് 120 രൂപയുടെ വർധനവാണുണ്ടായത്. 57,120 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് നൽകേണ്ടത്. 1 ഗ്രാം സ്വർണ്ണത്തിന് വില 7,140 രൂപയുമാണ്. അതേസമയം സംസ്ഥാനത്തെ വെള്ളിവില ഇന്ന് ഗ്രാമിന് 99.80 രൂപയും കിലോഗ്രാമിന് 99,800 രൂപയുമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.